അത് കോൺഗ്രസിൻ്റെ ഒരു മോഹമാണ്. കോൺഗ്രസിൻ്റെ കളരിയിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പ്രാദേശികമായി ബി ജെ പിയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ. കോലീബി സഖ്യം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോഴും ആ ശ്രമം വലിയ തോതിൽ നടത്തുകയാണല്ലോ. ഏത് വോട്ടായാലും പോരട്ടെ, അത് വർഗീയതയായാലും തീവ്രവർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം. ആ വോട്ടിങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു പാർട്ടിയല്ല സി പി ഐ എം. സി പി ഐ എം എന്താണോ നാട്ടിൽ പറയുന്നത് അത് മാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ നടപ്പാക്കാറുള്ളൂ. 4 വോട്ടിന് വേണ്ടി മറ്റെന്തെങ്കിലും നിലപാടെടുത്ത് ഞങ്ങൾ പോകാറില്ല. ആരെയും പ്രീണിപ്പിക്കാനും തയ്യാറാകാറില്ല. ബി ജെ പിയെ അതിനിശിതമായി വിമർശിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ ബി ജെ പി നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ച അനുഭവം നമുക്ക് ധാരാളമുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലടക്കം അത്തരം കാര്യങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ്റിനോടൊപ്പമാണ് കോൺഗ്രസും കേരളത്തിലും ജയിച്ചു പോയ യു ഡി എഫിൻ്റെ കൂടെയുള്ള 18 അംഗ സംഘമായ എം പിമാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ഇനി ഈ കേരള വിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്.